ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലെക്സ്മി അൺഫിൽറ്റേഡ്. സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ആൻഡ് ഇറ്റ്സ് ബിൻ ലോങ്. ഞാൻ കുറേ ആയി ഇപ്പോൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്. ഞാൻ ഒരുപാട് അതിൻ്റെ ഇടയിൽ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 by 1 ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് ഡു സപ്പോർട്ട് മൈ വീഡിയോസ്. ഇനീഷ്യൽ വീഡിയോസ് കാരണം എനിക്കറിയാം നമ്മൾ കൺസിസ്റ്റൻ്റ് ആവണമെന്ന്, ബട്ട് കുറച്ച് നാളായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് തുടങ്ങാം. ഇത് നമ്മൾ ഫ്രണ്ട്സിനായിട്ട് സോമസെറ്റിൽ ഒരു ട്രീ ഹൗസിൽ സ്റ്റേക്കേഷൻ പോയതായിരുന്നു. സോമസെറ്റിലേക്ക് പോകുന്നതിന് നമുക്കൊരു 2 hours ബാത്ത് വഴിയേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബാത്ത് എന്ന് പറയുന്ന ഒരു ലാൻഡ് ഓഫ് ഹിസ്റ്ററി ആണ്. കണ്ടില്ലേ റോമൻ ബാത്ത്സ്. ഇത് പണ്ട് കാലത്ത്, അതായത് 5th century AD പബ്ലിക്കിന് കുളിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ അപ്പ് ആയിരുന്ന ഒരു സ്പേസ് ആയിരുന്നു. ഇന്നിപ്പോൾ അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. അന്നത്തെ കാര്യങ്ങൾ ഇപ്പോഴുും ആൾക്കാർക്ക് അവൈലബിളായി കാണാനും നമുക്കൊക്കെ അവിടെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ കുറേ ഹിസ്റ്ററി ഉണ്ട് അതിൽ. അകത്തൊന്നും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് കവർ ചെയ്തു. കുറച്ച് നേരം അവിടെ കറങ്ങി നടന്നു. പിന്നെ കുറച്ച് ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ സോമസെറ്റിക്ക് പോവായിരുന്നു. ജസ്റ്റ് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നടക്കുന്ന വഴിയിൽ നല്ല മഴ പെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇതിനിടയിൽ കിട്ടും. ബാക്കി കൂടി ഉണ്ടായിരുന്ന പോയി വേറെ സ്ഥലത്ത് സെറ്റായി. അവിടെ ഫുൾ ക്രൗഡഡ് ആയിരുന്നു. ഞങ്ങൾ ഈ മരത്തിൻ്റെ താഴെ അഭയം തേടി. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ വീഡിയോസാണ് ഇതൊക്കെ. ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് നനഞ്ഞു കേട്ടോ. സ്റ്റിൽ ചെറിയ മഴയുണ്ടായിരുന്നു. നമ്മളിങ്ങനെ നടന്ന് ടൈം കളയണ്ടേ, ഒരു 1 hour കൂടെ കില്ല് ചെയ്യാനുണ്ടായിരുന്നു. സോ നമ്മളവിടെ എന്തൊക്കെയോ കാണിച്ചുകൂട്ടിങ്ങനെ നടന്നു. നമ്മളെല്ലാവരും കുളിച്ചു മഴയൊക്കെ പെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് എഗ്ഗ്, കേർഡ്, പിന്നെ ബ്രെഡ്, പിസ്സ, ഡൗ ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ സ്റ്റേക്കേഷന് പോവാ. നമ്മളുടെ ഹോൾ ഗ്രൂപ്പ്, അത് റീത്ത ഓര എന്നാണ് ഞങ്ങൾ വിളിക്കുക. അമൃതയാണ് അവള്. പുറകിലിരുന്ന് കൈ കൊണ്ടൊക്കെ കാണിക്കുന്നത്. പിന്നെ മറ്റേത് എൻ്റെ ഫ്രണ്ട് ആഷ്. ഫ്രണ്ടിലിരിക്കുന്ന എൻ്റെ കൂടെ ഇരിക്കുന്നത് ഗ്ലോസ്. If in case we need it, is it possible I'll call you tomorrow and arrange it? Yeah? Okay, cool. Thank you. ഇതൊരു കൺട്രി സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ അങ്ങനെ ക്യാബ് കിട്ടില്ല. അപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെയുള്ള ടാക്സിയാണ് നമ്മളെടുത്തത്. ആ ടാക്സിയുടെ ആളുടെ കോൺടാക്റ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴും അവരെ തന്നെ വിളിക്കാമെന്നാണ് പ്ലാൻ. Guys, we are witnessing that. So beautiful. 2 rainbows up there. റെയിൻബോ കണ്ടതും എല്ലാവരും ഭയങ്കര ഹാപ്പി. ആക്ച്വലി കൊച്ചു റെയിൻബോ ഇപ്പുറത്തെ സൈഡിലുണ്ടായി. 2 rainbows ആയിരുന്നു ഞങ്ങൾ വിറ്റ്നസ് ചെയ്തത്. ആക്ച്വലി അങ്ങനെ പോകുന്ന വഴി ഞാനിത് എന്താവുമെന്ന് വിചാരിച്ചു. എനിക്ക് എന്താണെന്ന് ഫസ്റ്റ് മനസ്സിലായില്ലായിരുന്നു. പിന്നെയാണ് അടുത്ത് വന്നപ്പോഴാണ് അത് ആപ്പിളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഓൾസോ എൻ്റെ ഫ്രണ്ട് അതെടുത്ത് കഴിച്ചു. നല്ല പുളിപ്പുണ്ടായിരുന്നു ഈ പച്ച ആപ്പിളിന്. നല്ല റെഡ് ആപ്പിൾസും ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ആപ്പിൾ ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കാട്ടിക്കൂടെ ഇങ്ങനെ ആപ്പിളൊക്കെ വീണ് കിടന്നിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേ ഈ ഫെയറി ടൈൽ സ്റ്റോറീസിലൊക്കെ ഇങ്ങനത്തെ കാടുകളിലൂടെയൊക്കെ നടക്കുന്നുണ്ടാവില്ലേ, അപ്പോൾ മരത്തിൻ്റെ ചുവട്ടിലുള്ള കായ്കനികളൊക്കെ താഴെ വീണിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കൂലേ, അങ്ങനത്തെയൊക്കെ വിഷ്വലൈസേഷനാണ് എൻ്റെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. കൈൻഡ് ഓഫ് ഇമേജസ് വാസ് ഗോയിങ്. ഓക്കെ, നമ്മൾ ഇവിടെ ആട്ടോ സ്റ്റേ ചെയ്തത്. ആക്ച്വലി നമ്മൾ പിക്ചറിലൊക്കെ കണ്ടത് ബുക്ക് ചെയ്തപ്പോൾ ഇവിടെ 2 പേർക്ക് കിടക്കാം, അവിടെ ട്രീ ഹൗസിൽ 2 പേർക്ക് കിടക്കാം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ട്രീ ഹൗസിൽ നല്ല തണുപ്പാണ്. അവിടെ കിടക്കാൻ കുറച്ച് സീനായതുകൊണ്ട് നമ്മൾ 4 പേരും അഡ്ജസ്റ്റ് ചെയ്ത് ഒറ്റ ബെഡിലങ്ങ് ഒതുങ്ങി. ഒരു മിണ്ടിങ്ങ വലയ്ക്കപ്പുറത്തും കിടക്കാം എന്നാണല്ലോ. ഇതാണ് ഞങ്ങൾ 4 പേരെയും Any room is fine for me. അങ്ങനെ 2 ദിവസം ഞങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ബട്ട് ഇറ്റ് വാസ് ഫൺ.
നല്ലൊരു ടൈമായിരുന്നു. ഗേൾസ് മാത്രം പോവല്ലേ, സോ വി നോ ലൈക്ക് നമ്മൾ കുറേ അടിച്ചു പൊളിച്ചു, കുറേ ഡ്രസ്സപ്പ് ചെയ്തു, നല്ല ഫോട്ടോസ് എടുത്തു, അതിന് പോയി. അടിപൊളിയായിരുന്നു. ആഷാണെങ്കിൽ ഇതൊക്കെ തുറന്ന് ഞങ്ങളെ കാണിച്ചു തരായിരുന്നു. ഇതാണ് കിച്ചൺ. ടോയ്ലറ്റ് ആണ് നമ്മൾ കണ്ടത്. ഓപ്പൺ അല്ല, ഐ മീൻ കുളിക്കുന്നത് കുറച്ച് ഹാഫ് ദ വേ ഓപ്പൺ ആയിരുന്നു. ഇപ്പോഴത്തെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, അത് ഫുൾ ക്ലോസ് ആയിരുന്നേ. ഇതായിരുന്നു ട്രീ ഹൗസിൻ്റെ സാധനം. ഇവിടെ വന്ന് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അത് തന്നെ നമ്മളിത് വേറെ ഒന്നിനും യൂസ് ചെയ്തില്ല. കിടക്കാം ആക്ച്വലി 2 പേർക്ക്. ഇത് ബെഡായിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ കുറച്ച് തണുപ്പായി തുടങ്ങി. സമ്മറിൻ്റെ മൊത്തത്തിലുള്ള ക്ലൈമറ്റ് മാറി. റൈറ്റ്? Yeah. Stack everything. So we're gonna have noodles with some tempura. Yeah. With some pizza. Yeah. So it's gonna be an all feast. That will be fun. Yes, yeah. A fairy godmother. കാടിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടതാ. This is my smoky godmother. See the view? It's nice to sit here. You know, ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ enjoying the view and the മരങ്ങൾ. It's raining. See? മഴ ആയതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. എന്നിട്ട് സ്നാക്സ് എല്ലാം കഴിച്ചു. നൈറ്റ് പിസ്സ ആയിരുന്നു. പിസ്സ ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തു, കണ്ടോ? ഓവൻ വർക്ക് ചെയ്തില്ല. ഗുഡ് മോർണിംഗ് എവ്രി വൺ. സ്റ്റിൽ ഒരാൾ ഉറങ്ങുകയാണ്. ഇന്ന് നല്ല മഴ ഇവിടെ. നല്ല ഉഗ്രം മഴ. കിച്ചണിൽ ഫ്രണ്ട്സ് ചായ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സോ നല്ലൊരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സ്ട്രോബെറി സിറപ്പ് സെറ്റ് ചെയ്യായിരുന്നു എൻ്റെ ഫ്രണ്ട്. ബിക്കോസ് ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രോബെറി സിറപ്പ്, സ്ട്രോബെറി, സം ഗ്രേപ്സ്, പിന്നെ പാൻ കേക്ക്സ്. പിന്നെ ആഷ് ഓൾറെഡി ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. ദാറ്റ്സ് ക്ലോസ്. ദാറ്റ് ഈസ് ആഷ് അഗെയിൻ. കാർഡ്സ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി കളിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ വേഗത്തൊക്കെ ഫിനിഷ് ചെയ്തു ഓടിപ്പോയി റെഡിയായി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമുക്ക് സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ടൈമൊക്കെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ പോയിട്ട് വരണം. Come on guys, let's go. അതെ, ഏറ്റവും ആദ്യം ഒരുങ്ങിയിട്ട് ഏറ്റവും അവസാനം ഇറങ്ങിയത് ഞാനായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ളതാ കേട്ടെ. ഇനി പൂളിൽ വന്നിട്ടുള്ളതിൻ്റെ കുറച്ച് ഷോ ആണേ. നെവർ മൈൻഡ്. സോ ഇവിടെ ആയിരുന്നു നമ്മൾ പൂൾ ഏരിയയിലേക്ക് പോകുന്നത്. ഇത് അവരുടെ എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയേൻ്റെ ഇപ്പുറത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടക്കുമായിരുന്നു. നല്ല രസമുള്ള സ്ഥലമാണ്. ഭയങ്കര ഗ്രീനറി ഒക്കെയുള്ള ഒരുപാട് ഫാമിങ് സംഭവങ്ങളൊക്കെ ചുറ്റിനും നടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. വീണ്ടും ഞങ്ങൾ അവിടെ തിരിച്ചെത്തിയപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഒരു കോഫി ഇട്ടു. പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു. നമ്മൾ സ്നാക്സ് ഒക്കെ കഴിഞ്ഞു തുടങ്ങി. നമ്മൾ ഒത്തിരി സാധനങ്ങൾ വാങ്ങി. ഇതെല്ലാം പെട്ടെന്ന് കഴിഞ്ഞ പോലെ നമുക്ക് ലാസ്റ്റ്. Which is that wine? Chardonnay by Andrew Peary. Yeah, sure. So we'll be looking in. Cheers. പിന്നെ നമ്മൾ ഗേൾസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡാൻസും പേക്കൂത്തൊക്കെ ചെയ്യണമല്ലോ. അതൊക്കെ ചെയ്തു. റീൽസൊക്കെ ഇട്ടു. സെറ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ऑरेंज के साथ एक ऑरेंज है बस, और पाइनएप्पल है इनके साथ एक ऑरेंज है. ഹലോ എവ്രി വൺ. അപ്പോൾ ഡേ 3 ആയി. നമ്മൾ ഹോളിഡേ കഴിഞ്ഞു. ബാക്ക് ടു വർക്ക്, ബാക്ക് ടു ഹോം. സോ ദാറ്റ്സ് മൈ ഔട്ട്ഫിറ്റ് ഫോർ ടുഡേ. Let's say goodbye to the 2 days house. Bye bye. Shy.
അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗായ്സ്. ഞങ്ങൾ ഗേൾസ് ട്രിപ്പ് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ലണ്ടനിലേക്ക് പോവാണ്. വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നു. പിന്നെ പോകുന്ന വഴി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദാറ്റ്സ് ഇറ്റ്. ബൈ. സീ യു നെക്സ്റ്റ് ടൈം.